എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 5-ാം ദിവസം. ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമ. ഓം ആഞ്ജനേയായ നമ. പ്രഭുചരിത്ര സുനിബേക്കോ രസിയ രാമലഖന് സീതാ മനുവസിയ. എന്ന് പറയാം. പ്രഭുചരിത്ര സുനിബേക്കോ രസിയ രാമലഖന് സീതാ മനുബസിയ. ശ്രീരാമചരിതം കേൾക്കുവാൻ അത്യുത്സാഹമുള്ള അങ്ങയുടെ ഹൃദയത്തിൽ സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ്റെ രൂപം തെളിഞ്ഞു വിളങ്ങുന്നു. പ്രഭു ശ്രീരാമൻ്റെ ചരിതം അത്യുത്സാഹത്തോടെ കേൾക്കുന്ന അങ്ങയുടെ മനസ്സിൽ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടുമൊപ്പം വസിക്കുന്നു. അപ്പോൾ ഇവിടെ തുളസീദാസ് തൻ്റെ ശ്രീരാമചരിത് മാനസ് എന്ന ഹിന്ദി രാമായണത്തിൽ ഹനുമാൻ സ്വാമിയെക്കുറിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയെ സ്തുതിക്കുന്ന സ്തുതികളാണ് ഇവിടെ. പ്രഭു ചരിത്ര സുനിബേക്കോ രസിയ രാമലക്ഷ്മണ സീതാ മനുബസിയ. ശ്രീരാമചരിതം കേൾക്കുവാൻ അത്യുത്സാഹമുള്ള അങ്ങയുടെ ഹൃദയത്തിൽ സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ്റെ രൂപം തെളിഞ്ഞു വിളങ്ങുന്നു. അപ്പോൾ ശ്രീരാമൻ എവിടെയാണ്? എന്താണ് ശ്രീരാമനോട് എത്രയും ഭക്തിയുണ്ട്, ശ്രീരാമൻ്റെ സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ നെഞ്ചു പിളർന്ന് കാണിച്ചു. തൻ്റെ നെഞ്ചു പിളർന്ന് കാണിച്ചപ്പോൾ എന്താണ് അവിടെ കണ്ടത്? ശ്രീരാമൻ സീതാസമേതനായ ശ്രീരാമനെയാണ് കണ്ടത്. അപ്പോൾ ശ്രീരാമചരിതം കേൾക്കുവാൻ അത്യുത്സാഹമുള്ള അങ്ങയുടെ ഹൃദയത്തിൽ, അങ്ങയുടെ ഹൃദയം എന്ന് വെച്ചാൽ ഹനുമാൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ്റെ രൂപമാണ് തെളിഞ്ഞു വിളങ്ങുന്നത്. അപ്പം ഹനുമാൻ സ്വാമി എപ്പോഴും ആരെയാണ് വർണ്ണിക്കുന്നത്? സീതാസമേതനായ ശ്രീരാമനെയാണ്. അടുത്തത് സൂക്ഷ്മരൂപധരി സിയഹിൻ ദിഖാവ വികടരൂപധരി ലങ്കജരാവ. സൂക്ഷ്മരൂപധരി സിയഹിൻ ദിഖാവ വികടരൂപധരി ലങ്കജരാവ. സൂക്ഷ്മരൂപധാരിയായി അശോകവനത്തിൽ സീതാസമക്ഷം എത്തിയ അങ്ങ് അത്യുഗ്ര ഭീകരമൂർത്തിയായി ലങ്കയെ ഭസ്മമാക്കി. സൂക്ഷ്മരൂപം എന്ന് വെച്ചാൽ ഏറ്റവും ചെറുതായ രൂപം ധരിച്ച് സീതാദേവിയെ ദർശനം നടത്തി, പിന്നെ ഭീകരരൂപം ധരിച്ച് ലങ്കയെ ഭസ്മമാക്കുകയും ചെയ്തു. അപ്പം ഏറ്റവും ചെറിയൊരു ജീവിയായിട്ടാണ് അവിടെ ചെന്നത്. ചെറിയൊരു വാനരൻ്റെ രൂപത്തിലാണ് അശോകവനത്തിൽ സീതയുടെ അടുത്തെത്തിയത്. എന്നിട്ടോ അത്യുഗ്ര ഭീകരമൂർത്തിയായി ലങ്കയെ ഭസ്മമാക്കി. അപ്പം വാനരന്മാർക്ക് ബാലനാണ് ശൗര്യമെന്ന് പറഞ്ഞ് ഹനുമാൻ്റെ വാലിൽ തുണി ചുറ്റി കത്തിച്ചു, എണ്ണ ഒഴിച്ച് എണ്ണയിൽ മുക്കി കത്തിച്ചു. പക്ഷേ എന്തു പറ്റി? ഭീകരരൂപിയായി തീർന്ന് ആ ലങ്കയെല്ലാം ഭസ്മമാക്കി. അപ്പോൾ ഇവിടെ അശോകവനത്തിൽ കയറാനായിട്ട് സീതയെ കാണാൻ വേണ്ടി, സീതയുടെ അടുത്തെത്താൻ വേണ്ടി ഏറ്റവും ചെറിയ രൂപം ധരിച്ചു. പക്ഷേ ലങ്കയെ ഭസ്മമാക്കാൻ വേണ്ടി അത്യുഗ്ര ഭീകരമൂർത്തിയായി ലങ്കയെ ഭസ്മമാക്കുകയും ചെയ്തു. അടുത്തത് ഭീമരൂപധരി അസുര സംഹാരേ രാമചന്ദ്രജി കെ കാജ് സംവാരേ. ഭീമരൂപധരി അസുര സംഹാരേ രാമചന്ദ്രക്കെ കാജ് സംവാരേ. ഭീമമായ രൂപം ധരിച്ച് അസുരന്മാരെ സംഹരിച്ചു. മാത്രമല്ല ശ്രീരാമചന്ദ്രൻ്റെ ദൗത്യവും നിർവഹിച്ചു. ഭീമാകാര രൂപിയായി അസുരന്മാരെ സംഹരിക്കുകയും അങ്ങനെ ശ്രീരാമൻ്റെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഭീകരമായ രൂപം ധരിച്ചാണ് അസുരന്മാരെ നിഗ്രഹിച്ചത്. അസുരന്മാരെ എല്ലാം ഇല്ലാതെയാക്കി ലങ്കയിൽ ചെന്ന് ഭീകരമായ രൂപം ധരിച്ച് അസുരന്മാരെ നിഗ്രഹിച്ചു. മാത്രമല്ല ശ്രീരാമചന്ദ്രൻ്റെ ദൗത്യം നിർവഹിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ ദൗത്യം എന്തായിരുന്നു? സീതാദേവിയെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. സീതാദേവിയെ കണ്ടുപിടിക്കുക മാത്രമല്ല ആ രാവണൻ്റെ കിങ്കരന്മാരെയും ആ ലങ്കാനഗരമൊക്കെ ചുട്ട് കരിച്ചു. അപ്പം അത്രയും ഭീകരമായ രൂപം ധരിച്ചാണ് ഹനുമാൻ അവിടെ പ്രവർത്തിച്ചത്. ഹനുമാൻ ശ്രീരാമൻ്റെ ദൗത്യം നിർവഹിച്ചത്. ലായ സജീവന ലഖനജിയായേ ശ്രീ രഘുവീര് ഹരസി ഉരുലായേ. ലക്ഷ്മണകുമാർ ഒന്നുകൂടെ പറയാം. ലായ സഞ്ജീവന ലഖനജിയായേ ശ്രീ രഘുവീര് ഹരസി ഉരുലായേ.
ലക്ഷ്മണകുമാരനെ ജീവിപ്പിക്കാൻ വേണ്ടി മൃതസഞ്ജീവനി എന്ന ഔഷധം കൊണ്ടുവന്നു. മൃതസഞ്ജീവനി ഔഷധം ഏതാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ആ മരുത്വാമല തന്നെ ഇങ്ങ് വഹിച്ചുകൊണ്ട് വന്നു. ഒരു മല തന്നെയാണ് കൊണ്ടുവന്നത്. ആ മരുന്ന് കണ്ടുപിടിക്കാനൊന്നും അവിടെ മെനക്കെട്ടില്ല. എന്താണ്, എത്രയും പെട്ടെന്ന് ലക്ഷ്മണകുമാരനെ ജീവിപ്പിക്കണം. അതിനുവേണ്ടി മൃതസഞ്ജീവനി കൊണ്ടുവന്നു. അങ്ങനെ ശ്രീരാമൻ്റെ ആലിംഗനത്തിന് പാത്രീഭൂതനാകുകയും ചെയ്തു. അപ്പം എന്താണ്, തൻ്റെ അനുജനായ ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ വേണ്ടി തൻ്റെ സേവകനായ ഹനുമാൻ എവിടെ പോയി? മരുത്വാമല അപ്പാടെയും കൊണ്ടുവന്നു. മൃതസഞ്ജീവനി ഔഷധി ഏതാണെന്ന് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനുള്ള സമയം ഒരു ശകലം പോലും സമയം കളയാതെ ആ മരുത്വാമല അതുപോലെ തന്നെ ഇങ്ങ് കൊണ്ടുവന്ന് രാമൻ്റെ കാൽക്കൽ വെച്ചു. അങ്ങനെ ശ്രീരാമൻ്റെ ആലിംഗനത്തിന് പാത്രീഭൂതനാകുകയും ചെയ്തു. ശ്രീരാമൻ്റെ ആലിംഗനത്തിന് പാത്രീഭൂതനാകുന്ന വെച്ചാൽ എന്താണ്? ഭഗവാൻ ഏറ്റവും തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു, തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അങ്ങ് മൃതസഞ്ജീവനി എന്ന ഔഷധം കൊണ്ട് ലക്ഷ്മണകുമാരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും അതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ആഹ്ലാദത്തോടെ അങ്ങേ ആലിംഗനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ആലിംഗനം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ സർവസ്വവുമായി തീർന്നു ആര്? ഈ ഹനുമാൻ. രഘുപതി കീൻഹി ബഹുത്ത് ബഡായി തുമ മമ പ്രിയ ഭരത് ഹി സംഭായി. രഘുപതി കീൻഹി ബഹുത്ത് ബഡായി തുമ മമ പ്രിയ ഭരത് ഹി സംഭായി. അപ്പം എന്താണ്, ശ്രീരാമചന്ദ്രൻ അങ്ങയിൽ വളരെ സന്തുഷ്ടനായി. നീ എനിക്ക് ഭരത തുല്യനായ പ്രിയ സഹോദരനാണ് എന്നും പറഞ്ഞു. അപ്പം തൻ്റെ സഹോദരനെക്കാട്ടിലും സഹോദരനോടൊപ്പം തൻ്റെ ഈ സേവകനെ ഭഗവാൻ ചേർത്ത് നിർത്തി. ശ്രീരാമചന്ദ്രൻ ചേർത്ത് നിർത്തി. അപ്പം ഇത്രയൊക്കെ തനിക്ക് വേണ്ടി ചെയ്യുന്ന ആ സേവകനെ സേവകനിൽ ശ്രീരാമചന്ദ്രൻ വളരെ സന്തുഷ്ടനായി. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് ഭരത തുല്യനായ പ്രിയ സഹോദരനാണ്. അപ്പം സന്തുഷ്ടനായ ശ്രീരാമചന്ദ്ര സ്വാമി, നീ എനിക്ക് ഭരതന് സമനായ പ്രിയ സഹോദരനാണെന്ന് അന്ന് അങ്ങയെ പ്രശംസിച്ചു. അപ്പം ഭരതന് തുല്യമായിട്ടാണ് തൻ്റെ സേവകനായ, തൻ്റെ ദൂതനായ ഹനുമാനെ ശ്രീരാമൻ കണ്ടത്. അപ്പം ഉത്തമനായ ഒരു സേവകഭാവമാണ് തൻ്റെ സ്വാമിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു ദാസ്യഭാവമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എന്ത് വേണം? നമ്മൾ ദാസ്യഭാവത്തിൽ വേണം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ, ഏറ്റവും വിശ്വസ്തനായ, സ്വന്തം സഹോദരന് തുല്യമായി കരുതുന്ന ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.